വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചിങ്ങോട്ട് പോരുന്ന ആ ഒരു ദിവസം ഞാനെടുത്തൊരു വ്ളോഗാണ്. ആക്ച്വലി ഞാനിവിടെ എത്തിക്കേണ്ട ഇപ്പോൾ 3 വീക്കായി. പക്ഷേ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഗാലറി കൂടെയൊക്കെ പോയപ്പോഴാണ് ഈ ഒരു വ്ളോഗ് ഞങ്ങൾക്ക് എടുക്കണം കണ്ടത്. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് കരുതി അങ്ങനെയുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. സംഭവം വെച്ചാൽ എനിക്ക് എപ്പോഴും ഒരു കമൻറ്റ് വന്നിരുന്നു, ഉണ്ണികൾക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വ്ളോഗാണിത്. ഉണ്ണികൾക്ക് ഞാനിപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്നത് സൂചി ഗോതമ്പാണ്. 2 നേരം സൂചി ഗോതമ്പ് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. മോർണിംഗ് ഒരു 10:30 കേട്ടോ രാവിലത്തെ കുറുക്ക് കൊടുക്കുക. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു 2-3 hours അത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കും. സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം നമുക്ക് ടൈം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി നേരം 1 മണിക്കൂറൊക്കെ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ നന്നായി സോക്കായി കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഇതുപോലെ നല്ല തിന്നായിട്ട് നല്ല പശ പോലെ കിട്ടുന്ന പോലെ നന്നായിട്ട് നമ്മളത് അടിച്ചെടുക്കണം. സൂചി ഗോതമ്പ് മെയിനായിട്ട് കൊടുക്കുന്നത് കുട്ടികൾക്ക് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടാണ്, തടി വെക്കാൻ വേണ്ടിയിട്ടാണ് സൂചി ഗോതമ്പ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അറിവിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര അളവിലാണ് എടുത്തിട്ടുള്ളത് അത്ര അളവിൽ തന്നെ വെള്ളം വെച്ച് അടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് അത് പേസ്റ്റ് പോലെ കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുൻപ് എടുത്ത് വെച്ചൊരു വ്ളോഗാണ്, ഞാൻ എപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഉണ്ണി എന്തോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അവൻ ഈ ബോൾ വെച്ച് കളിക്കാൻ തോന്നുന്നുണ്ടോ. അവന് നമ്മൾ എന്തൊക്കെ ടോയ്സ് വാങ്ങിക്കൊടുത്താലും അവൻ്റെ ഫേവറേറ്റ് ബോൾസാണ്. അവൻ എവിടെ പോയി കണ്ടാലും ആദ്യം ബോൾ വേണമെന്നാണ് പറയുക. പിന്നെ ഞങ്ങൾ പോരുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മ ഇത്തിരി സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിതേപോലെ കൂന്തളും അതുപോലത്തെ മറ്റേ കക്ക, ഞണ്ട്, ചെമ്മീൻ അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. അത് നമ്മുടെ അവിടെ ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ കൂന്തൽ ഇത്തിരി കിട്ടിയപ്പോൾ അമ്മ അതിൻ്റെ പരിപാടി നോക്കുകയാണ്, അതായത് റോസ്റ്റ് വയ്ക്കുക അങ്ങനത്തെയൊക്കെ നോക്കാണ്. അങ്ങനെ പിന്നെ നമ്മൾ കുറുക്ക് അരച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ നന്നായിട്ട് അത് അരിച്ചെടുക്കണം. ഉണ്ണികൾക്ക് ഇങ്ങനെ ഈ ഒരു ലംസ് ഇല്ലാണ്ടും അതുപോലെ തന്നെ അതിൽ തരിതരി ഇല്ലാണ്ടിരിക്കാനൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ അരിച്ചെടുക്കണം. പിന്നെ അവർക്ക് കുറുക്കിൽ നമ്മൾ മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യണത് പനക്കൽക്കണ്ടമാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൽക്കണ്ടവും ഇടും അതുപോലെ തന്നെ പനക്കൽക്കണ്ടവും ഇടും. പനക്കൽക്കണ്ടാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ രണ്ടും കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഇത് കഴിയുമ്പോൾ അതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇടും. ഇതാകുമ്പോൾ കുറച്ചിട്ടാൽ മതി. കൽക്കണ്ടാവുമ്പോൾ അറിയാമല്ലോ അത്യാവശ്യം രണ്ടി വരും. എൻ്റെ ഉണ്ണികൾക്കാണെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും മധുരം വേണം. അതായത് തീരെ മധുരമില്ല, മധുരം കുറവാണെന്ന് വെച്ചാൽ അവർ കഴിക്കില്ല. ചെറിയ രീതിയിലെങ്കിലും ഇത്തിരി മധുരം ഉണ്ടെങ്കിൽ മാത്രമേ അവർ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ ആവശ്യത്തിനുള്ള മധുരം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് കുറുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പാലിലാണ് കുറുക്കുണ്ടാക്കുന്നത്. പശുമ്പാൽ എടുത്തിട്ടാണ് കുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ പശുമ്പാൽ നന്നായി തിളപ്പിക്കും. പിന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി നന്നായി തിളപ്പിക്കും. എന്നിട്ട് നല്ല തിളച്ച് വരുമ്പോൾ സിം ആക്കിയിട്ടിട്ട് അതിലേക്ക് കുറുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് പതുക്കെ ഇളക്കി എടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തീരെ കട്ട പിടിക്കില്ല കേട്ടോ. നല്ല എന്താ പോയിട്ട് അത്യാവശ്യം തിക്കനുസരിച്ച് കിട്ടും ചെയ്യും. പിന്നെ ഞാൻ ഇത് ഓവറാക്കിയിട്ട് കുറേ, അതായത് 2 പേർക്ക് അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കണമല്ലോ, അങ്ങനെ ഉണ്ടാക്കില്ല. അത്യാവശ്യം കട്ടിയിൽ ഒരു ഹാഫാക്കി നല്ല കട്ടില്ലാത്ത വിധത്തിൽ ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഞാനത് ചൂടാറാൻ വെച്ച് പിന്നെ ചൂടാറി കഴിഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ചെറു ചൂടുള്ള ഒഴിച്ചിട്ട് അതൊരു ആവശ്യത്തിനുള്ള ഒരു തിക്കൻ ആക്കിയെടുക്കും. അങ്ങനെ ഡബിൾ ആക്കിയെടുക്കും. അതായത് ഉണ്ടാക്കിയിലേക്ക് അത്യാവശ്യം നല്ല തിക്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് ചൂടാറിയിട്ട് കൊടുക്കുന്ന സമയത്തേക്ക് ചെറു ചൂടുള്ള ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കും. എന്നിട്ടാണ് ഞാൻ ഉണ്ണികൾക്ക് കൊടുക്കാറ്.
അങ്ങനെ ഞാൻ അപ്പുറത്ത് കുറുക്കുണ്ടാക്കുമ്പോൾ അമ്മ ദേ ഇപ്പുറത്ത് ദേ അമ്മ ഞങ്ങൾക്കായിട്ടുള്ള, അതായത് ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ എനിക്കായിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ എടുക്കുന്നത് വെച്ചതാണ്, പക്ഷേ ഞാൻ എന്തോ ഒരു ബോധത്തിൽ അത് പിന്നെ എടുത്തൊന്നുമില്ല. പിന്നെ ഇതേ ഞാൻ ഓൾറെഡി രാവിലെ അരച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കും കൂടെ ഉള്ളത് എടുക്കും, ഒരുമിച്ച് അരയ്ക്കും. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാൻ ഉണ്ണികൾക്ക് ഇതേപോലെ കുറുക്ക് ഇതേപോലെ കുപ്പിയിലാണ് കൊടുക്കുന്നത്. നിപ്പിള് വാങ്ങിയിട്ട് അതിൻ്റെ ഓട്ട വലുതാക്കിയിട്ട് അങ്ങനെയാണ് കുടിക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ കുടിക്കുമ്പോൾ അവർ നമ്മൾ സാധാരണ സ്പൂണിൽ കുടിക്കണേക്കാട്ടും അളവ് കൂടുതൽ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് കഴിക്കാതിരിക്കുകയാണ്. അങ്ങനെ ഇതുണ്ടെങ്കിൽ, അതായത് എൻ്റെ അമ്മ ഉണ്ടാക്കണ ഈ ഒരു റോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, അത് മാത്രം മതി. അതിൻ്റെ ആ ഗ്രേവി കൂട്ടിയിട്ട് നമുക്ക് കുറേ ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് ഫുഡ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് അമ്മ അരിയുണ്ടൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിയുണ്ടൊക്കെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉണ്ണികളൊക്കെ കുറേ 3 പേരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ അവിടേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ അമ്മ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് എന്തൊക്കെ ഫുഡ് വേണോ അതൊക്കെ ഉണ്ടാക്കി തരാം കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നും എങ്ങും ഇല്ലാത്ത കുറേ പൂതികളൊക്കെ വരും. പിന്നെ ഈ മുരിങ്ങയില പിടിച്ച് ഞാൻ എന്തിനാണ് നിൽക്കണേന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ ഈ കോമ്പൗണ്ട് വോൾ ഇപ്പോൾ അടുത്തായിട്ടാണ് കെട്ടിയത്. അപ്പോൾ അത് കെട്ടിയതിന് ശേഷം ഞാനിതുവരെ ഇങ്ങനെ മുകളിൽ കയറി നിന്ന് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പിന്നെ എന്ത് കാര്യത്തിനാണ് അത് പിടിച്ച് നോക്കിയുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് വോൾ കെട്ടിയിട്ടുള്ളത്. പക്ഷേ പണികളൊന്നും ഇപ്പോഴും കുറച്ച് കംപ്ലീറ്റ് ഒന്നും അല്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഉണ്ണികളുടെ ഫുഡിൻ്റെ റെസിപ്പിയാണ്. അതും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. കൂട്ടത്തിൽ 2-3 കുറച്ച് വേറെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.